ഉമറാക്കൾക്കധികവും തീരെ വിവരം ഇല്ല, ജലാശയം ഭരിക്കുന്നതും അണ്ണാനാ. ഖുതബാക്കളിൽ ചിലരുണ്ട് കാഴ്ചയിൽ സുമുഖന, പെരുമാറി നോക്കണം അപ്പോഴേ മതി റബ്ബന. ചുരുക്കി പറഞ്ഞാൽ ചക്ക കൊട്ട കൊത്തതാ, കൊട്ടക്ക് പറ്റിയ ചക്കയും എന്നുള്ളതാ. റബ്ബിൻ്റെ വീട്ടിൽ നാശമുണ്ടാക്കുന്നത് ദുൽമിൻ്റെ ഇനത്തിൽ നിന്ന് വലുതാണ് അത്. അഭിമാനത്തിന് ക്ഷതം വരും എന്നുണ്ട്, കൂടാതെ ധനനഷ്ടങ്ങളും പെരുത്തുണ്ട്. അതുമാത്രമല്ല അവൻ ബന്ധനസ്ഥനുമാകണം, ജനം അവനെ ഹീനനുമാക്കി മുദ്രയടിക്കണം. ഈ രീതിയിൽ തന്നിവിടവൻ തുലയുന്നതാ, പിന്നങ്ങ് ചെന്നാൽ നരകമിൽ കടക്കുന്നതാ. സുഹൃത്തുക്കളെ, ഇത് റബ്ബ് തന്നെ പറഞ്ഞതാ, അൽ ബഖറയിൽ നീ നോക്കിയാൽ കാണുന്നതാ. അതുകൊണ്ട് പള്ളിയിലല്ല കലഹിക്കേണ്ടത്, തീക്കൊള്ളിയാണതിലല്ല നീ കളിക്കേണ്ടത്. നീ പള്ളിയിൽ നിന്നും സുആൽ ചെയ്യുന്നത് പാടില്ല, മക്റൂഹുണ്ട് ചോദ്യം തന്നത്. മന്നാൻ്റെ ഭവനമിൽ വെച്ച് അവനോടല്ലയോ ചോദിക്കലും മര്യാദയെന്നറിയില്ലയോ? ചോദിച്ചു പോയാലോ കൊടുക്കൽ സുന്ന എന്നുള്ളതും നിയമത്തിലുള്ളത് തന്നെ. അതുപോലെ പള്ളിയിൽ വെച്ച് ധർമ്മം ചെയ്യലും ശരിയല്ല, ലാസിമ് തന്നെ കണ്ടാൽ തടയലും. ഇത് ശറഹ് കാശിഫത്തുസ്സമാ നോക്കേണ്ടതാ, 31 വിശദമായി പറയുന്നതാ. റബ്ബിൻ്റെ വീട്ടിൽ മറ്റൊരാൾ കൊടുക്കുന്നത് പണി ഉചിതമല്ലെന്നുള്ളതാണ് അതിലുള്ളത്. അതുകൊണ്ട് പള്ളിയിൽ നിന്ന് ചെരിവിൽ മാറണം. ഇതുപോലെ പലതിനുമാണ് ചെരിവെന്നോർക്കണം. ഹജ്ജിനു വേണ്ടി ഹിശാം രാജൻ വന്ന് പരിശുദ്ധ കഅബത്തിൻ്റെ അകം കടന്നന്ന്. സാലിം ഇബ്നു അബ്ദുല്ലാഹി എന്ന മഹാനതിൽ ഇരിക്കുന്നതായി കണ്ടെന്ന് രാജൻ നോട്ടമിൽ പറയുന്നു. മെല്ലെ ഹിശാം അടുത്തവരോട്, വേണ്ടുന്നതെന്താ പറയുവിൻ എന്നോട്, അങ്ങക്ക് ഇഷ്ടപ്പെട്ടതെന്തും തന്നെ ചോദിച്ചു പോയാൽ ഞാൻ തയ്യാറാണെന്നേ. റബ്ബിൻ്റെ വീട്ടിൽ ഞാനിരുന്നും കൊണ്ട് നിന്നോട് ചോദ്യം എനിക്ക് ലജ്ജയുമുണ്ട്.